ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMT. നമ്മൾ ഇന്ന് 7ാം ഭാഗം റിവിഷൻ ആണ് ചെയ്യുന്നത്. യൂണിറ്റ് 1 അരിത്തമാറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യം, ഇഫ് ദ ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 2/9, 3/9, 4/9, 5/9 dash dash are represented by x1, x2, x3 dash dash, then x1 plus x2 plus x3 equal dash, x4 plus x5 plus x6 equal dash. Find the sum of first 9 terms. What is the sum of 30 terms? 4 മാർക്കിന്റെ ചോദ്യമാണ്. ഓരോന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, 2/9 x1 എന്നും 3/9 x2 എന്നും 4/9 x3 എന്നും കൊടുക്കണം. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറയുന്നത് ഏതൊക്കെ കൂട്ടുന്നതായിരിക്കും? 2/9 പ്ലസ് 3/9 പ്ലസ് 4/9. 4 3 7 2 9. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 9 തന്നെ എഴുതാം. 9/9 ഒന്നാമത്തെ ആൻസർ കിട്ടി. രണ്ടാമത്തെ 4 5 6. 4 5 6 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇത് കഴിഞ്ഞുള്ളത് അടുത്ത. അപ്പം 5/9 പ്ലസ് 6/9 പ്ലസ് 7/9. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയല്ലേ കിട്ടുക? 5 6 11 7 18. 18/9 എത്ര? 2 കിട്ടും. ഇനി മൂന്നാമത്തെ പാർട്ട്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. ആദ്യത്തെ 9 പദങ്ങൾ. ഇതിപ്പോൾ 6 പദമല്ലേ? 3 പദം 3 പദം 6. 9 പദങ്ങളുടെ 7 വരെ നമ്മൾ കണ്ടല്ലേ? 8 9 എന്താണ് 10. ഇതിപ്പം 3 3 6 3 9 പദങ്ങളായി. ഇപ്പം എത്ര? ഇത് 3 കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടാം. 10 8 18 26 27/9. അപ്പം 3 കിട്ടുന്നത്. അപ്പോൾ ഇത് 1 പ്ലസ് 2 പ്ലസ് 3 കൂട്ടിയാൽ പോരെ? അതിൻ്റെ സമ്മോ ഫസ്റ്റ് 9 ടേംസ്. 1 പ്ലസ് 2 പ്ലസ് 3 എത്ര? 3 2 5 1 6 കിട്ടുന്നത്. അടുത്തത് ഡി പാർട്ട്. ഡിയിൽ പറയുന്നത് 300 പദങ്ങളുടെ തുക. 300 പദങ്ങളുടെ തുക എത്ര? അപ്പം എത്രയാണ്? 9 പദങ്ങളുടെ തുക 6. ആദ്യം ഇത് വെച്ച് നോക്കാം. 3 പദങ്ങളുടെ തുക 1. 6 പദങ്ങളുടെ തുക 2. 9 പദങ്ങളുടെ തുക 6. ഇതാ 3 വെച്ചാണ് ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 3. അപ്പം 3 ചേരുമ്പോൾ 1, അടുത്ത 3 ചേരുമ്പോൾ 1 കൂടെ കൂടി, അടുത്ത 3 ചേരുമ്പോൾ 1 കൂടി കൂടി, അടുത്ത 3 ചേരുമ്പോൾ 1 കൂടി കൂടുക. അന്നേരം 4 ആവും. അടുത്ത 3 കൂടുമ്പോൾ വീണ്ടും 1 കൂടെ കൂടുക. അപ്പം 5 ആവും. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പം 300 ഈ 300 എത്ര 3 ഉണ്ട്? 100 എണ്ണം ഉണ്ട് അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം. അപ്പം ഇതിൻ്റെ തുക കാണാൻ ആദ്യത്തെ 3 കൂട്ടുമ്പോൾ 1 കിട്ടും. അടുത്ത 3 2. അങ്ങനെ നമുക്ക് എത്ര വരെ പോവും? 100 വരെ പോവും. 100 എന്ന് പറഞ്ഞത് എന്താണ്? ഇങ്ങനെ എന്താ 1 2 3 4 5 6 7 8 9. 100 വരുമ്പം എത്ര? 100 99 98. ഈ 3 കൂടെ ചേരുമ്പോൾ 100 ആവും. അപ്പം 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം. എന്താണ്? n × n+1/2. ഈ ഫോർമുലയാണ്. ഈ ഫോർമുല വെച്ചാണ് ചെയ്യുന്നത്. 100 × 1 101/2 എത്ര? 50. ആൻസർ എന്ത് കിട്ടും? 50. അപ്പം 4 പാർട്ടുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എനിക്ക് വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഈ 4ാമത്തെ പാർട്ടായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. സം ഓഫ് 300 ടേംസ് എങ്ങനെ കാണും? അത് കാണാൻ ഒരു പാടുമില്ല. ആദ്യത്തെ 3 പദങ്ങൾ 1, അടുത്ത 3 പദം 2, പിന്നെ അടുത്ത 3 പദം 3 തുകയാണ്. അപ്പം അങ്ങനെ 300 എത്ര 3കൾ ഉണ്ടെന്ന് കൂട്ടുക. അപ്പം 100 എണ്ണം. അപ്പോൾ 1 മുതൽ 100 വരെ കൂട്ടിയാൽ മതി. അത് കൂട്ടാൻ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ ചോദ്യം. 6 10 14 is an arithmetic sequence. Find the sum of first 15 terms of this arithmetic sequence. What is the difference between the first term and the 16th term? Find the difference between the sum of first 15 terms and the sum of next 15 terms. അപ്പോൾ ഇത്
നമുക്ക് എങ്ങനെ പറയാം, 6, 10, 14 ഒരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക. പിന്നെ രണ്ടാമത്തത് ആദ്യ പദവും 16-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര, ആദ്യ 15 പദങ്ങളുടെ തുകയും തുടർന്നുള്ള 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര. നമുക്കിത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സീക്വൻസ് 6, 10, 14. ഈ സീക്വൻസിൽ എന്താണ് സം ഓഫ് 15 ടേംസ് S15 ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം SN എഴുതാം. SN എഴുതാൻ എന്താണ്, SN is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ നമുക്ക് 15 ആണ് ചോദിച്ചിരിക്കുന്നത്. 15/2 into ഫസ്റ്റ് ടേം പ്ലസ് 15th ടേം x15 നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. ഇവിടെ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വരുന്ന ഓഡ് നമ്പേഴ്സിനെല്ലാം മിഡിൽ ടേം ഉണ്ട്. അപ്പം മിഡിൽ ടേം കണ്ടുപിടിക്കാം. ഷോർട്ടായിട്ട് ചെയ്താൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 15 1 16/2 8ാമത്തെ ടേം ആണ് മിഡിൽ ടേം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേറൊരു സൂത്രവാക്യമുണ്ട്. SN is equal to മിഡിൽ ടേം ഇൻറ്റു എന്താണ് n. അതായത് S15 is equal to മിഡിൽ ടേം 8ാമത്തെ പദം എന്ന് പറയുമ്പോൾ x8 ഇൻറ്റു 15. ഇങ്ങനെ കണ്ടാലും മതി. ഈ രീതിയെക്കാട്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതും കാണിച്ചു തരാം. x15 എത്ര, x1 പ്ലസ് 14d. d എത്ര, 4 അല്ലേ. x1 എത്ര, 6 പ്ലസ് 14 ഇൻറ്റു d എത്ര, 4. 6 പ്ലസ് 14 56. അപ്പൊ എത്ര കിട്ടും, x15 62 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് 15 ടേംസ് ഈക്വൽ 15/2 ഇൻറ്റു 6 പ്ലസ് 62. 15/2 ഇൻറ്റു 62 6 68. 3 2 6 34. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 510 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതുപോലെ മറ്റേ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. മറ്റേ രീതിയിൽ മിഡിൽ ടേം x8 കണ്ടുപിടിക്കണം. നമ്മളിവിടെ x15 കണ്ടുപിടിച്ച കണക്ക് x8 കണ്ടുപിടിക്കണം. x8 ഈക്വൽസ് x1 പ്ലസ് 7d അല്ലേ. x1 എത്ര, ഫസ്റ്റ് ടേം 6 പ്ലസ് 7 ഇൻറ്റു d 4. എത്ര വരും, 6 പ്ലസ് 28 6 34. അപ്പം S15 ഈക്വൽസ് 34 ഇൻറ്റു 15. അതന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇതും 510 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതിനെക്കാട്ടി സ്റ്റെപ്പ് കുറവായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ആ സമയത്ത് ഓർമ്മ വരണം നമുക്ക്. പിന്നെ രണ്ടാമത്തത്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് 16th ടേം. x16 മൈനസ് x1. നോക്കിക്കേ, 16 പദവും 1-ാം പദവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എത്ര, 16ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടുക, 15. 15 പൊതുവ്യത്യാസത്തിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്. ഈക്വൽസ് ആൻസർ ഇങ്ങോട്ടാണ്. എത്ര, 15d. 16ൽ നിന്ന് പോയാൽ 15. ഇനി ഇങ്ങനെയാണെങ്കിലോ 8 മൈനസ് 6. 8ൽ നിന്ന് 6 പോയാൽ 2d വ്യത്യാസം. മനസ്സിലായോ? അതാണൊക്കെ x10 മൈനസ് x2. 10 മൈനസ് 2 8d. ഇത്രയും പൊതുവ്യത്യാസമാണ്. അപ്പം നമുക്ക് വേണ്ടത് 16 മൈനസ് 1 15d. d എത്ര, 4 അല്ലേ. 15 4 60. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും, 60 എന്ന് കിട്ടും. ബിയുടെ ആൻസർ ആയി. പിന്നെ അടുത്തത് സീഡത് എന്താണ് പറയുന്നത്? ആദ്യത്തെ 15 പദങ്ങളുടെ തുകയും
അടുത്ത 15 പദങ്ങളുടെ തുകയും. സി, ആദ്യത്തെ 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ, അതായത് 1, 2 അങ്ങനെ 15 പദം. പിന്നെ അടുത്ത 15 എന്ന് പറയുന്നത് 16 തൊട്ട് തുടങ്ങും, അങ്ങനെ 30 പദങ്ങൾ. അപ്പൊ ഈ പദങ്ങളുടെ 15 പദങ്ങളുടെ തുകയും ഈ 15 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്രയാണ് കിട്ടുക, അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് എളുപ്പത്തിലൊരു സൂത്രവാക്യമുണ്ട്. എന്താണ്? 2ഉം 15 ചോദിച്ചിരിക്കുന്നല്ലേ. അപ്പൊ n² ഇൻറ്റു d ആണ് ഡിഫറൻസ്. n² ഇൻറ്റു d. എത്ര പദങ്ങളാ? 15. 15² ഇൻറ്റു ഇവിടെ പൊതു വ്യത്യാസം എത്ര? 4. അപ്പൊ എത്ര ഇട്ട്? 225 ഗുണം 4 എത്ര കിട്ടും? 900 എന്ന് കിട്ടും. അല്ലെങ്കിൽ വേറെ രീതി എന്താണ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക, അടുത്ത 15 പദങ്ങളുടെ തുക കാണുക, രണ്ടും കുറയ്ക്കുക. ഇത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ, 510 കിട്ടി അല്ലേ. ഇത് എത്രയായിരിക്കും കിട്ടുക? ഈ 16 തൊട്ട് 30, ഇവിടെ 1 മുതൽ 15 വരെ എത്ര? 15ന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് 510. ഇത് എത്ര വരും? 390. അല്ല 390 അല്ലല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് വേണ്ടേ കിട്ടാൻ? അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം പക്ഷെ ഇതിലും എളുപ്പം ഈ രീതിയാണ്. ഇതിൽ നിന്ന് ഇതിന്റെ സം കാണുക, ഇതിന്റെ സം കാണുക, ഈ സം ആയിരിക്കുമല്ലോ കൂടുതൽ, ഈ സമ്മിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം 900. 900 1410. 1410 നിന്ന് 510 കുറച്ചാൽ എന്താ കിട്ടും? 900 കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 മാർക്കിന്റെ ചോദ്യമാണ്, ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിൽ മൂന്നാമത്തെ ചോദ്യം. The sum of first 4 terms of an arithmetic sequence is 72. Sum of first 9 terms of the sequence is also 72. What is the 5th term? Find the sum of first 5 terms. Write the sequence. അപ്പോൾ നമുക്ക് ഈ ചോദ്യം മലയാളത്തിൽ എങ്ങനെയാണ്? ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72, അതുപോലെ തന്നെ ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72. അപ്പൊ 272 വേണമെങ്കിൽ ചില നമ്പേഴ്സ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ 5ാം പദം എത്ര? ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര? ശ്രേണി എഴുതുക. ഇവിടെ നോക്കിക്കേ. അപ്പൊ ആദ്യത്തെ 4 പദങ്ങൾ, അപ്പൊ നിങ്ങൾ വിചാരിക്കും 4 പദങ്ങളുടെ തുകയും 9 പദങ്ങളുടെ തുക എങ്ങനെയാ ഒരേ നമ്പർ ആകുക അല്ലേ? ആൻസറിലേക്ക് പോകാം. 4 പദങ്ങളുടെ തുക 72, 9 പദങ്ങളുടെ തുകയും 72. അതെങ്ങനെയാ ഒന്നാവുക? ഉദാഹരണം നോക്കിക്കേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0, -1, -2, -3, -4, -5, -6, -7. ഇത്രയും കൂട്ടുകയാണെങ്കിൽ നോക്കിക്കേ, മൊത്തം കൂട്ടിക്കേ, എത്ര സംഖ്യകള്? ഇതെല്ലാം ഇവിടം വരാൻ കട്ട് ചെയ്ത് പോകും അല്ലേ? -6ഉം +6 ഇത് ഇത്രയും കൂടെ കട്ട് ചെയ്ത് പോവും. ഇപ്പം ആൻസർ എത്ര? 10 തൊട്ടും 18, 8, 26, 27. പിന്നെ ഇത് മൊത്തം കട്ട് ചെയ്ത് പോകുമ്പം എന്താണ്? 27 ആണ്. അതായത് സം ഓഫ് എത്ര ടേംസ് ഉണ്ട്? 10, 17 ടേം. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഈ 3 ടേം മാത്രം കൂട്ടിയാലും എത്ര? 27 തന്നെ കിട്ടുക. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പം ചില ടേംസ് ഒക്കെ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് 2ന്റെയും തുക, 4 പദങ്ങളുടെ തുകയും 9 പദങ്ങളുടെ തുകയും 72 തന്നെ വരാൻ കാരണം. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരേപോലെ വന്നാൽ? ചില നമ്പേഴ്സ് ഒക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോവും. അപ്പൊ 2ന്റെയും തുക ഒന്നായിട്ട് വരും. ഇനി ഇത് നോക്കിക്കേ, 9 ഒറ്റ സംഖ്യയാണ് അല്ലേ? ഇതിൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. 9 1 10/2.
അഞ്ചാം പദമാണ് മിഡിൽ ടേം. അപ്പം മിഡിൽ ടേം കാണാൻ നമുക്ക് എന്താണ് മിഡിൽ ടേം എത്ര വരും? 10/2 5. അപ്പോൾ xy നമുക്ക് കാണാം. xy is equal to സം ബൈ നമ്പർ. നമ്പർ എന്ന് പറയുന്നത് എത്ര? 9 അല്ലേ? കണ്ടേ, സം ബൈ നമ്പർ, സം ബൈ നമ്പർ, സം ബൈ നമ്പർ ഈക്വൽസ് മിഡിൽ ടേം. മിഡിൽ ടേമിന്റെ നമ്പർ ഈക്വൽസ് സം ബൈ നമ്പർ ഈക്വൽസ് മിഡിൽ ടേം. ഇവിടെ എത്ര കിട്ടും? 72/9 എത്ര? 8 കിട്ടും. അപ്പൊ ഇതില് ചോദിച്ചിരിക്കുന്നത് ഫിഫ്ത്ത് ടേം, അത് നമുക്ക് കിട്ടി. ആദ്യത്തെ ആൻസർ ആയി എത്ര? 8. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. S5 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ്. S5 എങ്ങനെയാണ് കിട്ടുക? വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. S5 എങ്ങനെയാണ്? നമുക്ക് xy കിട്ടാൻ x4 വരെ അറിയാം. x4 അറിയാവോ? x5 അറിയാം അല്ലേ? x5 അറിയാം. അപ്പം S4 into x5 gives sum of 5 terms. അതായത് sum of 4 terms അറിയാം. sum of 4 termsനെ എന്താണ്? ഫിഫ്ത്ത് ടേം കൊണ്ട് എന്താണ്? ഫുൾ സം ഓഫ് 4 ടേംസിന്റെ കൂടെ ഫിഫ്ത്ത് ടേം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? സം ഓഫ് 5 ടേംസ്. 4 പദങ്ങളുടെ കൂടെ 5ാമത്തെ പദം കൂടെ കൂട്ടിയാൽ 5 പദങ്ങളുടെ തുക കിട്ടും. മനസ്സിലായോ? 4 പദങ്ങളുടെ തുകയോട് 5ാം പദം കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് 5 പദങ്ങളുടെ തുക കിട്ടും. 4 പദങ്ങള് 72, 5ാമത്തെ പദം 8, 72 8 80. എളുപ്പമായില്ലേ? രണ്ടാമത്തെ ആൻസർ ആയി. ഇനി അടുത്തത് റൈറ്റ് ദ സീക്വൻസ്. ഇത് ബി. ഇനി സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 ടേം വേണം. 2 ടേം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കിട്ടത്തുള്ളൂ. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഒറ്റ സംഖ്യയാണ് അല്ലേ? 6, 5. 5ന്റെ കൂടെ 1 കൂട്ടിയാൽ 6. ഇതിന് മിഡിൽ ടേം ഉണ്ട്. തേർഡ് ടേം ഈസ് മിഡിൽ ടേം അല്ലേ? 5 1/2 ഒറ്റ സംഖ്യകൾക്കാണ് മിഡിൽ ടേം ഉള്ളത്. 6/2 മൂന്നാമത്തെ ടേം ആണ് മിഡിൽ ടേം. അപ്പൊ x3 എത്ര നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് x3 കണ്ടുപിടിക്കുന്നത്? x3 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസറിലോട്ട് പോകാം. നമുക്കിനി x3 കണ്ടുപിടിക്കണം. x3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ സൈഡിലോട്ടങ്ങ് എഴുതാം. അപ്പം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആണ്. അപ്പം x3 എന്ന് പറയുന്നത് എന്താണ്? സം ബൈ നമ്പർ. അതായത് 5ന്റെ ഈ 5ന്റെ അല്ലേ നമ്മൾ എടുത്തത്. 5 1 6 5നാണ് മിഡിൽ ടേം ഉള്ളത്. അപ്പം സം ബൈ നമ്പർ. നമ്പർ എത്രയാണ്? 5. അപ്പൊ എത്ര കിട്ടും? 16 5 9. തേർഡ് ടേം 16 കിട്ടി. ഇതിൽ നമുക്ക് ഫിഫ്ത്ത് ടേം 8, തേർഡ് ടേം 60. ഇതിൽ നിന്ന് ഡി കിട്ടും അല്ലേ? അപ്പൊ ഇതങ്ങ് വായിച്ചു കളയാം. ഇത് രണ്ടിന്റെ ആവശ്യമില്ല. നമുക്ക് ഡി കിട്ടും. ഡി ഈക്വൽസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പം ഇവിടെ എഴുതാം x3 ഈക്വൽസ് 16, x5 ഈക്വൽസ് 8. അപ്പോൾ ഡി ഈക്വൽസ് 8 മൈനസ് 16 ബൈ 5 മൈനസ് 3 മൈനസ് 8/2 ഈക്വൽസ് -4. അപ്പം കോമൺ ഡിഫറൻസ് -4 എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം കിട്ടാൻ എന്തായത്? തേർഡ് ടേമിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. x3 മൈനസ് 2d 3 2 പോയ 1. x3 എത്ര? 16 മൈനസ് 2 ഇൻറ്റു -4. ഇപ്പം എത്ര വരും? 16 മൈനസ് മൈനസ് പ്ലസ് 16 പ്ലസ് 4 24 എന്ന് കിട്ടും. ഇനി നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? എത്രയാണ് സീക്വൻസ്?
ആദ്യത്തത് 24, അടുത്തത് -4, അപ്പോൾ എത്ര? 20, 16, ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതാണ് നമ്മുടെ സീക്വൻസ്. 24, 20, 16 ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പം മനസ്സിലായല്ലോ. അപ്പം 3 ചോദ്യം ചെയ്തു കഴിഞ്ഞു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലായെന്ന് കരുതുന്നു. ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഓക്കെ, ബൈ.